നിൽക്ക് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് തന്നെ അത് വേണ്ടെന്ന് വെക്കാനും തോന്നാറുണ്ടോ നിങ്ങൾക്ക്? നമുക്ക് നല്ലതാണ്, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് എന്നൊക്കെ നമുക്ക് അറിയാമെങ്കിലും പലപ്പോഴും ചെയ്യാൻ പറ്റാറില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെയാണ് നമ്മൾ മെന്റൽ റെസിസ്റ്റൻസ് എന്ന് പറയുക. മെന്റൽ റെസിസ്റ്റൻസ് എന്താണെന്നും അതുപോലെ തന്നെ ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാവുന്നതും ഞാൻ പറഞ്ഞുതരാം. ബിഫോർ ദാറ്റ് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. മെന്റൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്രെയിനിൻ്റെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. നമുക്ക് ഈ ഡിസ്കംഫർട്ടിനെതിരെ ബ്രെയിൻ ചെയ്യുന്ന ഒരു പരിപാടിയാണത്. ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ മൈൻഡ് ഇങ്ങനെ നമ്മൾ പറയും, ഇത് വേണ്ട, ഇത് കുറച്ച് റിസ്ക് ആണ്, നമ്മളിപ്പോൾ ചെയ്യുന്നതാണ് സേഫ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ ഷുഗർ കട്ടിനെ കുറിച്ചിട്ട് ആലോചിക്കണം, അല്ലെങ്കിൽ ജിമ്മിന് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കണം. ആ മൈൻഡ് പറഞ്ഞു തരും, എന്തിനാ അപ്പോൾ അതൊക്കെ, അല്ലെങ്കിൽ ഓൾറെഡി ഫിറ്റാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷുഗർ കട്ട് ഞാൻ ആകെ 2 ചായയല്ലേ കഴിക്കുന്നുള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും കംഫർട്ട് സോണിൽ നിർത്താനാണ് എപ്പോഴും ബ്രെയിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓവർ തിങ്കിങ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എനിക്കറിയാം, ഐ നോ ബട്ട് എന്ന് പറയുന്ന ആ ഒരു ബിഹേവിയർ പാറ്റേണിലേക്ക് നമ്മൾ പോകുന്നു. മൈൻഡ് ഇംപ്രൂവ്മെൻറ്റിനെ അല്ല, ഐഡൻറ്റിറ്റി ലോസ് ആവുമെന്നാണ് ശരിക്കും മൈൻഡ് ഭയക്കുന്നത്. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ പറയുന്ന ഒരു റെസിസ്റ്റൻസിനോട്, മെൻ്റൽ റെസിസ്റ്റൻസിനോട് ഫൈറ്റ് ചെയ്യല്ല വേണ്ടത്, മറിച്ച് നമ്മൾ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ സ്റ്റെപ്പാണ്, ഇപ്പോൾ നമ്മളൊരു ചേഞ്ച് ചെയ്താൽ കിട്ടുന്ന ഒരു 10 ബെനിഫിറ്റിനെ കുറിച്ചിട്ട് ഒന്ന് നോട്ട് ചെയ്യുക, ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈൻഡ് സ്ലോലി നമ്മളിങ്ങനെ പറയും, ഓക്കെ ഇതൊരു ത്രെട്ടല്ല. അങ്ങനെ ഗ്രാജുവലി ആക്സെപ്റ്റൻസ് വന്നുകൊണ്ടിരിക്കും. നമ്മളിവിടെ എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം ഇതാണ്, മൈൻഡിനെ ഫോഴ്സ് ചെയ്തിട്ട് നമ്മളൊരു ചേഞ്ച് കൊടുക്കുകയാണെങ്കിൽ മൈൻഡ് അതിനെ ആക്സെപ്റ്റ് ചെയ്യില്ല, റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക, റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. എന്നാൽ നമ്മൾ മൈൻഡിന് ഒരു ക്ലാരിറ്റി കൊടുക്കുകയാണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ മൈൻഡ് അതിനെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഈ പുതുവർഷം റെസൊല്യൂഷൻസ് എടുക്കാനും അതുപോലെ തന്നെ അതൊക്കെ നടപ്പിലാക്കാനും സാധിക്കട്ടെ.